മധ്യപ്രദേശിലെ ഒരു ഗ്രാമീണ ഹിന്ദി മീഡിയം സ്കൂളിൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് PG അങ്കിൾ ഞങ്ങളുടെ വീട് സന്ദർശിച്ചത്. വിദ്യാഭ്യാസ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും വളരെ പരിമിതമായ ആ സ്കൂളിൽ നിന്നും നല്ലൊരു സ്കൂളിൽ പോയി പഠിക്കണമെന്ന എൻ്റെ ആഗ്രഹം അദ്ദേഹം ടീമിൻ്റെ സപ്പോർട്ടർമാരോട് അറിയിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആരോ ഒരാൾ എൻ്റെ സ്കൂൾ ഫീസ് നൽകി പഠനത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിത്തന്നു. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ സഹായം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതം. യേശു പറഞ്ഞു, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങൾ എനിക്കായി ചെയ്തു. പരിമിതമായ സാഹചര്യങ്ങളിൽ വളരുന്ന കഴിവുള്ള നിരവധി കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കൈപിടിച്ചുയർത്തുവാൻ, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിയും. നിങ്ങൾ നൽകുന്ന 1 രൂപ പോലും വൃഥാവാവുകയില്ല. നാളെയുടെ വാഗ്ദാനങ്ങളായ ഈ കുഞ്ഞുങ്ങൾ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുകയും നാടിനു മാത്രമല്ല ദൈവരാജ്യത്തിനും മുതൽക്കൂട്ടായി തീരും. തീർച്ച. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ഈ അധ്യയന വർഷവും ടീമിൻ്റെ തണലിൽ കഴിയുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള പാഠ്യേതര വസ്തുക്കൾ സമ്മാനമായി നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് പഠനത്തിനാവശ്യമുള്ള സാധനങ്ങളുടെ ഒരു സ്കൂൾ കിറ്റിന് 4800 രൂപയാണ് ചെലവ് വരുന്നത്. ഈ സമ്മാനം നൽകുവാൻ നിങ്ങൾ കൈകൾ നീട്ടുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വിശാലമായ വാതിൽ തുറന്നു വയ്ക്കുക മാത്രമല്ല, ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേരുവാനും സമൂഹത്തിന് പ്രയോജനമുള്ളവരായി തീരാനും അതവരെ സഹായിക്കും. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയും ലക്ഷ്യബോധവും നൽകുവാനിടയാകും. അതെ, നാം സഹായിച്ചില്ലെങ്കിൽ അവരെ ആർ സഹായിക്കും? നാം ഇവരെ കൈപിടിച്ചുയർത്തിയില്ലെങ്കിൽ ആർ അത് ചെയ്യും? അതിനാൽ നമുക്ക് ഒരുമിച്ച് ഈ ഉദ്യമത്തിൽ പങ്കുചേരാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.